സംസ്ഥാനത്ത് നമുക്കറിയാം പുതിയ തട്ടിപ്പുകളുമായിട്ടൊക്കെ സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ രംഗത്തെത്തുമ്പോൾ കഴിഞ്ഞ 2016 കാലഘട്ടങ്ങളിൽ അവർ അന്ന് ഇവിടെ നടമാടിയിരുന്ന സോളാർ കേസ് ചിന്തയിലൂടെ കടന്നു പോകുന്നത്. ഇതൊരു പുതിയ തട്ടിപ്പിന്റെ മാതൃകയാണ്, പുതിയ ഒരു സംവിധാനം, CSR മാതൃകയിലുള്ള ഒരു തട്ടിപ്പ്. പല പേരുകളിലാണ് ഇദ്ദേഹത്തിന്റെ ജീവിത ശൈലിയും ജീവിതവും. ഒന്ന് ബിജു ജോർജ്, ബിജു വർഗീസ്, ബിജു പൗലോസ് എന്നിങ്ങനെയാണ് പുതിയ പേരുകളിൽ വലിയ തട്ടിപ്പുകൾ നടത്തി നിരവധി പേരെ ഇയാൾ വഞ്ചിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും ഈ വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പോലുള്ള ചാനൽ പുറത്തുവിട്ടത്. മുൻ കോൺഗ്രസ് സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്ത സോളാർ തട്ടിപ്പ് കേസിൽ പ്രധാന പ്രതിയായിരുന്നു ബിജു രാധാകൃഷ്ണൻ. RB നായർ എന്ന വ്യാജ പേരിലും സ്വന്തം പേരായിട്ടുള്ള ബിജു രാധാകൃഷ്ണൻ എന്ന പേരിലുമായിരുന്നു അന്ന് ഇയാൾ തട്ടിപ്പുകൾക്ക് കളമൊരുക്കിയത്. ഇപ്പോൾ വിവിധ വ്യാജ പേരുകളിൽ ഇരകളെ വീഴ്ത്തുന്ന പുതിയ തട്ടിപ്പ് ശൃംഖലയിലാണ് ഇയാൾ പ്രവർത്തിക്കുന്നത് എന്നാണ് അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനകത്താണ് ബിജു ജോർജ്, ബിജു വർഗീസ്, ബിജു പൗലോസ് തുടങ്ങിയ പേരുകൾ ഇയാൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. കൊച്ചിയിൽ കാക്കനാട് കേന്ദ്രമായിട്ട് മെറിഡിയൻ എന്ന ഒരു സ്ഥാപനം തുടങ്ങി സന്നദ്ധ സംഘടനകളെയും ട്രസ്റ്റുകളെയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തവണത്തെ വേട്ട.